ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ഗ്യാൽസങ് പ്രൊജക്ട്, ഫുഡ് വേസ്റ്റ് ഇൻഡെക്സ് റിപ്പോർട്ട്, മുഷ്ക് ബുദിജി, MFN സ്റ്റാറ്റസ്, ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻ നെഗോസിയേഷൻസ്. ഇപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്യാൽസങ് പ്രൊജക്റ്റിനെ കുറിച്ചാണ്. ഇന്ന് നമുക്ക് ഒന്നാമതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഗ്യാൽസങ് പ്രൊജക്റ്റ് ആണ്. ഗ്യാൽസങ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഭൂട്ടാനിലെ രാജാവിന്റെ ഇനീഷ്യേറ്റീവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണെന്ന് പറയാം. ബേസിക്കലി ഈ പ്രൊജക്റ്റിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഭൂട്ടാനിലെ യുവാക്കളായിട്ടുള്ള ആളുകളെ എംപവർ ചെയ്യുകയും അതുവഴി ഭൂട്ടാന്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. ഈ ഒരു ഗ്യാൽസങ് പ്രൊജക്റ്റിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഗ്യാൽസങ് പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഇന്ത്യ ഭൂട്ടാന് ഒരു സാമ്പത്തിക ധനസഹായം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു സെക്കൻഡ് ട്രാഞ്ച് ആയിട്ട് ഏകദേശം ഒരു 500 കോടി രൂപ ഇപ്പോൾ റീസെൻ്റ്ലി ഇന്ത്യൻ ഗവൺമെന്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ പ്രൊജക്റ്റിനകത്ത് ബേസിക്കലി ചെയ്യുന്നത് ഒരു വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് പ്രൊജക്റ്റ് ആണിത്. ഒരു ഇൻ്റഗ്രേറ്റഡ് ട്രെയിനിങ് പ്രോഗ്രാമാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിനകത്ത് എൻലിസ്റ്റ് ചെയ്യുന്ന യുവാക്കൾക്ക് ബേസിക് മിലിറ്ററി ട്രെയിനിങ് കൊടുക്കും. അതുപോലെ തന്നെ ടെക്നിക്കൽ സ്കില്ല്, ഡിഫറെൻറ്റ് ഫീൽഡുകളിലുള്ള ടെക്നിക്കൽ സ്കിൽ ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിലൂടെയൊക്കെ ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഭൂട്ടാനി യൂത്തിനെ ഒരു സെൽഫ് റിലയൻ്റ് ആയിട്ടുള്ള ഒരു യങ് ജനറേഷനാക്കി മാറ്റുക, സ്വയം പര്യാപ്തമായിട്ടുള്ള ഒരു യങ് ജനറേഷനാക്കി മാറ്റുക. അതുപോലെ തന്നെ ആ രാജ്യത്തിൻ്റെ, ഭൂട്ടാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ഒരു യുവ ജനതയെ വാർത്തെടുക്കുക എന്നൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. ഇനി ഇത് കൂടാതെ ഈ ഒരു പ്രൊജക്റ്റിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ ഇതിന് വേണ്ടിയിട്ടുള്ള ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക, അതുപോലെ തന്നെ യുവാക്കൾക്ക് സ്കിൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക, ഭൂട്ടാനിലെ സെൽഫ് റിലയൻസിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇന്ത്യ ഇപ്പോൾ ഭൂട്ടാന് ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഫണ്ട് കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി രണ്ടാമതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഫുഡ് വേസ്റ്റ് ഇൻഡെക്സ് റിപ്പോർട്ടാണ്. അപ്പോൾ ഈ ഫുഡ് വേസ്റ്റ് ഇൻഡെക്സ് റിപ്പോർട്ട് എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാമും അതുപോലെ തന്നെ വേസ്റ്റ് ആൻഡ് റിസോഴ്സസ് ആക്ഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ റാപ്പ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമും കൂടി ചേർന്നിട്ട് കോഓതർ ചെയ്യുന്നൊരു റിപ്പോർട്ടാണ് ഈ ഫുഡ് വേസ്റ്റ് ഇൻഡെക്സ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ടിനകത്ത് ഇത് ആരാണ് പബ്ലിഷ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ആരാണിത് തയ്യാറാക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി 2022 റിപ്പോർട്ടിനകത്ത് ഇപ്പോൾ റീസെന്റ് പബ്ലിഷ് ചെയ്തേക്കുന്നത് 2022 റിപ്പോർട്ടാണ്. അപ്പോൾ അതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ അതിനകത്ത് പറയുന്നത് 2022 ഗ്ലോബലി ഏകദേശം ഒരു 1.05 ബില്യൺ ടൺസ് ഓഫ് ഫുഡ് വേസ്റ്റ് ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഈ 1.05 ബില്യൺ ടൺസ് ഓഫ് ഫുഡ് വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് നമ്മുടെ കൺസ്യൂമേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള, അതായത് ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ടോട്ടൽ ഫുഡിന്റെ ഒരു 1/5 വരും, നിയർലി 20% വരും ഈ വേസ്റ്റ് ആക്കി കളയുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓൺ ആൻ ആവറേജ് ഭൂമിയിലുള്ള ഓരോ പേഴ്സണും ഏകദേശം 75 കിലോഗ്രാമോളം ഫുഡ് ഓരോ വർഷവും വേസ്റ്റ് ആക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ അത് നോക്കുന്ന സമയത്ത് അത് 55 kg പെർ പേഴ്സൺ ആണ്, പെർ ക്യാപിറ്റയാണ് ഇന്ത്യയിലെ ഒരു ആവറേജ് കണക്കെന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോകത്തിൽ ഏകദേശം ഒരു 78 കോടി ജനങ്ങൾ അല്ലെങ്കിൽ 783 മില്യൺ ജനങ്ങൾ ക്രോണിക് ഹങ്കർ ഫേസ് ചെയ്യുന്ന ഒരു സമയത്താണ് ഇത്രയധികം ഫുഡ് വേസ്റ്റ് ആക്കുന്നത് എന്നുള്ളത് വളരെ അലാമിംഗ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ആണെന്ന് പറയുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് മുഷ്ക് ബുദിജി എന്ന് പറയുന്നതാണ്. ഈ മുഷ്ക് ബുദിജി എന്ന് പറയുന്നത് ഈ നമ്മുടെ കാശ്മീർ ഹിമാലയാസിൽ കൾട്ടിവേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഇൻഡിജീനിയസ് ആയിട്ടുള്ള റൈസ് വെറൈറ്റി ആണ്. അത് പ്രധാനമായിട്ടും കാശ്മീരിലെ ഹിമാലയൻ റീജിയനിലാണ് ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ റിച്ച് ആയിട്ടുള്ള അരോമയും യുണീക്ക് ടേസ്റ്റും ഉള്ള ഒന്നാണ് ഈ മുഷ്ക് ബുദിജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മുഷ്ക് ബുദിജി വളരെ യുണീക്ക് ആയിട്ടുള്ള ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു ബ്ലെൻഡ് ഓഫ് ടേസ്റ്റും അരോമയും അതുപോലെ തന്നെ റിച്ച് ആയിട്ടുള്ള ഓർഗാനോ ലെപ്റ്റിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ള ഒരു സംഗതിയാണ് ഈ മുഷ്ക് ബുദിജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് പ്രധാനമായിട്ടും ഗ്രോ ചെയ്യുന്ന ഏരിയാസ് എന്ന് പറയുന്നത് സാഗം, അതുപോലെ തന്നെ പൻസ്ഗാം, സോഫ്ഷാലി എന്നീ ഡിസ്ട്രിക്ട്, ഈ അനന്ത്നാഗ് ഡിസ്ട്രിക്റ്റിനകത്തുള്ള ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലും അതുപോലെ തന്നെ ബുഡ്ഗാം ഡിസ്ട്രിക്റ്റിനകത്തുള്ള ബീർവ ബെൽറ്റ് റീജിയനിലുമാണ് ഇത് പ്രധാനമായിട്ടും കാശ്മീരിൽ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെയാണ് ഇവർ പ്രധാനമായിട്ടും ഈ ഒരു ടൈപ്പ് ഓഫ് റൈസ് വെറൈറ്റി യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഇതിന് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് കിട്ടിയിട്ടുണ്ട്, GI ടാഗ് കിട്ടിയിട്ടുണ്ട്.
ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് MFN സ്റ്റാറ്റസ് ആണ്, അല്ലെങ്കിൽ മോസ്റ്റ് ഫേവേർഡ് നേഷൻ സ്റ്റാറ്റസ് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, പാകിസ്ഥാൻ ഗവൺമെന്റ് ഇന്ത്യക്ക് മോസ്റ്റ് ഫേവേർഡ് നേഷൻ, അതായത് ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് റിലേഷൻസ് റീസ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ചില സൂചനകൾ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ പരസ്പരം മോസ്റ്റ് ഫേവേർഡ് നേഷൻസ്, ഇന്ത്യയൊക്കെ പാകിസ്ഥാന്റെ മോസ്റ്റ് ഫേവേർഡ് നേഷൻ ഇന്ത്യയിൽ പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള ടെററിസ്റ്റ് ആക്രമണങ്ങൾ കാരണം വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ മോസ്റ്റ് ഫേവേർഡ് നേഷൻ റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെടും എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ മോസ്റ്റ് ഫേവേർഡ് നേഷനും അതുപോലെ തന്നെ നാഷണൽ ട്രീറ്റ്മെന്റും എന്ന് പറയുന്നത് WTO അല്ലെങ്കിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട രണ്ട് പ്രിൻസിപ്പിൾസ് ആണ്. അപ്പോൾ അതിനകത്ത് MFN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ WTOന്റെ ഭാഗമായിട്ടുള്ള അംഗരാജ്യങ്ങൾ എല്ലാ രാജ്യങ്ങളെയും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്നാണ്, അവരുടെ ഇമ്പോർട്ടൻ്റ് എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്നാണ് MFN കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നാഷണൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിനകത്ത് ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന് ആ രാജ്യത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യത്തിനകത്തുള്ള ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ സെയിം ഈക്വൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അതിന്റെ സെയിൽസിനകത്തും കൺസംഷനകത്തും കൊടുക്കണം എന്നാണ് നാഷണൽ ട്രീറ്റ്മെന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു രാജ്യം MFN സ്റ്റാറ്റസ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ട്രേഡ് ബാരിയേഴ്സ് ഒക്കെ കുറവായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ MFN സ്റ്റാറ്റസ് കൊടുത്തു കഴിഞ്ഞതിൻ്റെ അർത്ഥം പാകിസ്ഥാനിൽ നിന്നുള്ള പ്രോഡക്ട്സ് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അവർ ഫേസ് ചെയ്യുന്ന ട്രേഡ് ബാരിയേഴ്സ് വളരെ ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഡിക്രീസ്ഡ് ആയിട്ടുള്ള താരിഫേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഇതിന് ഈ MFN സ്റ്റാറ്റസ് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ കമ്മോഡിറ്റീസിലേക്കും അതുപോലെ തന്നെ ഫ്രീ ഫ്ലോ ഓഫ് ഫുഡും ഒക്കെ ഫ്യൂച്ചറിൽ അലോ ചെയ്ത് കിട്ടാനുള്ള ചാൻസസും കൂടുതലാണെന്ന് മനസ്സിലാക്കുക. ഇനി അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻ നെഗോസിയേഷൻ അറ്റ് WTO എന്നുള്ളതാണ്. സോ WTOയിൽ ഇപ്പോൾ ചൈനയുടെ നേതൃത്വത്തിൽ ചില രാജ്യങ്ങൾ പ്രധാനമായിട്ടും കുറച്ചു കാലമായിട്ട് പുഷ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. സോ ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻ എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഇതൊരു ട്രേഡ് എഗ്രിമെന്റ് ആണെന്ന് മനസ്സിലാക്കുക. ബേസിക്കലി ഇതൊരു ട്രേഡ് എഗ്രിമെന്റ് എന്നുള്ളതിനെക്കാട്ടിലും ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻ എഗ്രിമെന്റ് ആണ്. അതായത് ഇൻവെസ്റ്റ്മെന്റിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ കീഴിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എഗ്രിമെന്റ് ആണിത്. അപ്പോൾ ഇതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് റെഗുലേഷൻസ്, അതിന്റെ പ്രൊസീജിയേഴ്സ് എന്നീ കാര്യങ്ങളിൽ കൂടുതൽ ട്രാൻസ്പെറൻസിയും അതുപോലെ തന്നെ എഫിഷ്യൻസിയും കൊണ്ടുവരിക എന്നുള്ളതാണ് ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻ എഗ്രിമെന്റിന്റെ ഒരു ഡിക്ലെയർഡ് പർപ്പസ് ആയിട്ട് ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അതിലൂടെ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രാജ്യങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എഗ്രിമെന്റുകൾക്കകത്ത് കുറച്ചും കൂടി ട്രാൻസ്പെറൻസിയും കുറച്ചും കൂടി എഫിഷ്യൻസിയും വരുന്നതാണ് പറയുന്നത്. ഓക്കെ, അത് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ എല്ലാ സെക്ടേഴ്സിലും ഇൻവെസ്റ്റ്മെന്റിനകത്ത് ഈ ഒരു കാര്യം ഉണ്ടാവും. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻ എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ലിബറലൈസേഷൻ പോളിസി അല്ല, പക്ഷേ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊസീജിയേഴ്സിനകത്ത് ട്രാൻസ്പെറൻസി കൊണ്ടുവരിക, അത് കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻ എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള നെഗോസിയേഷൻസിന്റെ ഒരു ടൈം ലൈൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് 2017 ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്യപ്പെടുന്നത്. ചൈനയാണ് ഇത് പ്രധാനമായിട്ടും ഈ പ്രപ്പോസലിന്റെ പിന്നിലുള്ള ഒരു പ്രധാന ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ചൈനയും അതുപോലെ തന്നെ ചൈനീസ് ഇൻവെസ്റ്റ്മെന്റിനെ ഹെവിലി ഡിപ്പെൻഡ് ചെയ്യുന്ന ചില രാജ്യങ്ങളും കൂടി ചേർന്നിട്ടാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻ എഗ്രിമെന്റ് ഫസ്റ്റ് പ്രപ്പോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സോവറൈൻ വെൽത്ത് ഫണ്ടുകളുള്ള ചില രാജ്യങ്ങളും ഇതിനകത്ത് ഈ പാക്റ്റിനകത്തൊരു പാർട്ടി ആയിരുന്നു ആ സമയത്തൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് ഇതുവരെ സൈൻ ചെയ്യപ്പെട്ടിട്ടില്ലാത്തൊരു എഗ്രിമെന്റ് ആണ്. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻ എഗ്രിമെന്റിന് വേണ്ടിയിട്ടുള്ള നെഗോസിയേഷൻസ് 2017 തന്നെ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ WTOയുടെ ഒരു നിലവിലുള്ള അവരുടെ ബൈലോ അനുസരിച്ച് ഒന്നുകിൽ WTOക്ക് ആസ് എ ഹോൾ എന്നുള്ള രീതിയിലുള്ള ട്രീറ്റുകൾ ഫോം ചെയ്യാൻ പറ്റും, എഗ്രിമെന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ WTOയിൽ സമാന മനസ്കരായിട്ടുള്ള മെമ്പർ സ്റ്റേറ്റുകൾക്ക് ഒരു ഗ്രൂപ്പായിട്ട് മാറി നിന്നുകൊണ്ടും അത്തരത്തിലുള്ള എഗ്രിമെന്റുകളും ഉണ്ടാക്കാം, എല്ലാ രാജ്യങ്ങൾക്കും ബാധകമല്ലാത്ത രീതിയിൽ. അപ്പോൾ ആ രീതിയിൽ 2017 ഒരു പ്ലൂറിലാറ്ററൽ ട്രീറ്റി എന്നുള്ള ബേസിസിൽ ഏകദേശം 70 WTO അംഗങ്ങൾ ചേർന്നുകൊണ്ട് ഇതിന്റെ നെഗോസിയേഷൻസ് ആരംഭിക്കുന്നത്. അപ്പോൾ ഈ എഗ്രിമെന്റ് ഏറ്റവും അവസാനം ഈ നെഗോസിയേഷൻസിന്റെ അവസാനം 2023 നവംബറിലാണ് ഫൈനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വൺസ് ഈ എഗ്രിമെന്റ് എൻഫോഴ്സ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഇൻവെസ്റ്റ്മെന്റ് ഫ്ലോനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് ഒരു ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള എലമെന്റ് ആയിട്ട് മാറും. പക്ഷെ അത് മനസ്സിലാക്കിയത് ഒരു പ്ലൂറിലാറ്ററൽ ട്രീറ്റി ആണ്, ഒരു മൾട്ടിലാറ്ററൽ ട്രീറ്റി അല്ല. അതുകൊണ്ട് തന്നെ WTOയിലെ എല്ലാ അംഗരാജ്യങ്ങൾക്കും ഇത് ബാധകമാവില്ല. ഈ ഒരു ഗ്രൂപ്പിനകത്ത് മെമ്പേഴ്സ് ആയിട്ടുള്ള ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രാജ്യങ്ങൾക്ക് മാത്രമായിരിക്കും ഇത് ബാധകമായിട്ടുണ്ടാവുക. അപ്പോൾ ഇപ്പോൾ അബുദാബിയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന WTO സമ്മിറ്റിനകത്ത് 120 രാജ്യങ്ങൾ ഈ ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻ എഗ്രിമെന്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇതൊരു പ്ലൂറിലാറ്ററൽ എഗ്രിമെന്റ് ആയിട്ട് WTOന്റെ Annex 4 കണക്കാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ WTO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൾട്ടിലാറ്ററൽ ട്രേഡ് ഓർഗനൈസേഷൻ ആണെങ്കിലും WTOയുടെ ആർട്ടിക്കിൾ 2.3
ഈ പറയുന്ന പ്ലൂറിലാറ്ററൽ അഗ്രിമെന്റുകൾ അത് അലോ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള പ്ലൂറിലാറ്ററൽ അഗ്രിമെന്റുകൾ ഏതൊക്കെ മെമ്പർ സ്റ്റേറ്റുകളാണ് ഇത് അക്സെപ്റ്റ് ചെയ്യുന്നത് അവർക്ക് മാത്രം ബാധകമായിരിക്കും. പക്ഷേ ഇന്ത്യ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻ അഗ്രിമെന്റിന്റെ നെഗോസിയേഷൻസിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നും അറിഞ്ഞിരിക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻ അഗ്രിമെന്റിനെ എതിർക്കുന്നത്? അതായത് ഇന്ത്യ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്ത്യ ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻ അഗ്രിമെന്റിനെ എതിർക്കുന്ന ഒരു രാജ്യമാണ്. സോ അപ്പോൾ എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 3 കാരണങ്ങളാണുള്ളത്. ഒന്ന്, നമ്മുടെ ഇന്ത്യയുടെ സോവറൈനിറ്റിക്ക് അകത്തുള്ള ഒരു കടന്നുകയറ്റമായിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻ അഗ്രിമെന്റിനെ ഇന്ത്യ കാണുന്നത്. രണ്ടാമതായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻ അഗ്രിമെന്റ് നിലവിൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യയിൽ സപ്പോസ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ഒരു കമ്പനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻ അഗ്രിമെന്റിനകത്തുള്ള പ്രൊവിഷൻസ് ഇന്ത്യ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ട് ഇന്റർനാഷണൽ ട്രിബ്യൂണലുകൾ അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസംസിനകത്ത് കേസുകൾ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതൊരു ഇൻവെസ്റ്റർ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ആയിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട്. അത് പലപ്പോഴും നമ്മൾ ഒരു ട്രേഡ് പ്രൊട്ടക്ഷനിസം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ മേ ബി ഇന്ത്യക്ക് ഡിട്രിമെന്റൽ ആയിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട്. മറ്റൊന്ന്, ഇന്ത്യ പറയുന്നത് ഇത് WTOയുടെ മാൻഡേറ്റിന്റെ പുറത്തുള്ള ഒരു കാര്യമാണെന്നാണ്. അതായത് WTOന്റെ മെയിൻ പർപ്പസ് ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇത് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ WTOന്റെ അധികാര പരിധിക്ക് പുറത്തുള്ള ഒരു കാര്യമാണിതെന്നാണ് ഇന്ത്യ ആരോപിക്കുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ എന്തുകൊണ്ട് ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻ അഗ്രിമെന്റിനകത്ത് ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതായത് ഈ പറയുന്ന ഈ ഒരു ഒപ്പോസിഷൻ മാറ്റിക്കൊണ്ട് നമ്മൾ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടും? അപ്പോൾ ഒന്നാമതായിട്ട് പറയുന്നത്, ഇപ്പം നിലവിലുള്ള ഒരു ഗ്ലോബൽ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 120 രാജ്യങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു ഹ്യൂജ് നമ്പർ ഓഫ് കൺട്രീസ് ആണ്. അതിനകത്ത് മെയിൻലി ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക താല്പര്യങ്ങളുള്ള പല രാജ്യങ്ങളും ഈ ഗ്രൂപ്പിൽ പെടുന്നതാണ്. അപ്പോൾ നമ്മൾ പണ്ട് ഇപ്പോൾ റീജിയണൽ കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റിന്റെ നെഗോസിയേഷൻസിൽ നിന്ന് വിഡ്രോ ചെയ്തതുപോലെ നമ്മൾ മേ ബി ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യപ്പെടാൻ ഇത് ചിലപ്പോൾ ഒരു കാരണമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടംപററി ആയിട്ടുള്ള ഗ്ലോബൽ റിയാലിറ്റീസുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻ അഗ്രിമെന്റിനകത്ത് ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് പറയാം. രണ്ടാമതായിട്ട്, നമ്മൾ ഈ ട്രേഡും ഇൻവെസ്റ്റ്മെന്റും നമുക്ക് കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന 2 കാര്യങ്ങളല്ല. ഓൾറെഡി ഇന്ത്യ ഫ്രീ ട്രേഡ് അഗ്രിമെന്റുകളുടെ ഒക്കെ ഭാഗമാണ്. WTO ഒക്കെ അത് ട്രേഡ് നെഗോസിയേഷൻസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തും കൂടി നമുക്ക് പങ്കെടുത്താൽ വലിയ തിരക്കേടില്ല, അല്ലെങ്കിൽ ദർ ഈസ് എ ലിങ്കേജ് ബിറ്റ്വീൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഉദാഹരണത്തിന്, ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ OECയുടെ കണക്കുകൾ അനുസരിച്ച് ഏകദേശം ലോകത്തിലുള്ള 70% ഇന്റർനാഷണൽ ട്രേഡും നടക്കുന്നത് ഗ്ലോബൽ വാല്യൂ ചെയിൻസിലൂടെയാണ്. വാല്യൂ ചെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ട്രേഡും ഇൻവെസ്റ്റ്മെന്റും ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ദർ ഇസ് എ ക്ലോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഈ പറയുന്ന ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തെ കേസ്, ഇത് ഒരു ഐസൊലേഷനിസ്റ്റ് ടെൻഡൻസിയുടെ ഭാഗമാണ് ഈ IFAയുടെ നെഗോസിയേഷൻസിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്. അപ്പോൾ ഈ ഐസൊലേഷനിസം അവസാനിപ്പിക്കാൻ ഇത് സഹായിക്കും എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നിലവിൽ WTOയിലെ അംഗരാജ്യങ്ങളായിട്ടുള്ള 166 രാജ്യങ്ങളും 120 രാജ്യങ്ങളും ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻ അഗ്രിമെന്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സന്നദ്ധരാണ്, അല്ലെങ്കിൽ അതിനെ ബാക്ക് ചെയ്യുന്നവരാണ്. അത് WTOയുടെ മൊത്തം മെമ്പർഷിപ്പിന്റെ 70% വരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഐസൊലേറ്റ് ചെയ്യപ്പെടുന്നതിൽ നിന്ന് മാറി നിൽക്കാൻ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കും എന്ന് വേണമെങ്കിൽ പറയാം. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.